ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് അങ്ങനെ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടൊരു ചേഞ്ച് എനിക്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്കറിയില്ലായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് ആ ഒരു ഇതിൽ നിന്നും ഇപ്പോഴത്തെ ഇതിലേക്ക് മാറിയേ എന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോസൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ ഫോട്ടോസൊക്കെ. അപ്പോൾ ഈ ഫോട്ടോസ് എല്ലാം തന്നെ 2021 മാർച്ച് വരെ ഉള്ളതാണ് കേട്ടോ. ഈ മാർച്ചിന് ശേഷം ഒരു ഏപ്രിൽ, മെയ്, ജൂൺ ഈ ഒരു 3 മാസം കൊണ്ട് ഉണ്ടായ ഒരു ചേഞ്ചാണ് എനിക്കെന്ന് പറയുന്നത്. ആ ഒരു 3 മാസമാണ് ഞാൻ കൂടുതൽ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാനൊക്കെ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു 2021 മാർച്ചിന് ശേഷം ഉള്ള ഒരു 3 മാസമുണ്ട്. ആ ഒരു 3 മാസത്തിന് ശേഷം ഉള്ള കുറച്ച് പിക്സ് കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ പോയിന്റിലോട്ട് വരാം. കണ്ടില്ലേ. അപ്പോൾ ആ ഒരു 3 മാസത്തിനാണ് എനിക്ക് ഇത്രയും ചേഞ്ച് വന്നേ എന്നൊക്കെ പറയുക. അതുവരെ എന്നെനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു 2021 ആദ്യം മുതലേ ഭയങ്കരമായിട്ടൊന്നും ശ്രദ്ധിക്കത്തില്ലെങ്കിലും കുറച്ച് മാറ്റങ്ങൾ ഞാൻ അവിടെ നിന്ന് ചെയ്യാൻ തുടങ്ങി. ബട്ട് ഒരു 2021 മാർച്ചിന് ശേഷമുള്ള ഒരു 3 മാസമാണ് ഞാൻ എന്തെല്ലാം ചെയ്തത്, എനിക്ക് എന്തൊക്കെയാണ് കൂടുതൽ റിസൾട്ട് കിട്ടിയത്, അതെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം തന്നെ പറയുന്നു, ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് വെളുത്ത, ഭയങ്കരമായിട്ട് ഫെയറായി, ഭയങ്കരമായിട്ട് തടിച്ചു അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ബട്ട് എൻ്റെ ഒരു പഴയ ഒരു സ്ട്രക്ചറിൽ നിന്നും പഴയ ഒരു സ്കിന്നിൽ നിന്നും ഒത്തിരി ചേഞ്ചസ് എനിക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ ചിലർക്ക് എന്നെ കാണുമ്പോൾ തോന്നുമായിരിക്കും ഇതെന്താണ്, എന്ത് ഉണക്കിയാണ്, അല്ലെങ്കിൽ ചിലർക്ക് തോന്നും ഇപ്പോഴേ എന്നെ കണ്ടിട്ട് ചിലർ പറയുന്നുണ്ട് എന്തുവാണിത് എന്നൊക്കെ പറയാറുണ്ട്. ബട്ട് എനിക്കതൊന്നും കാര്യമില്ല കേട്ടോ. എൻ്റെ ഒരു ഇതിൽ എനിക്കിപ്പോൾ കറക്റ്റ് സൈസാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഓക്കെയാണ്. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അറിയേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ചേഞ്ചിലോട്ട് വന്ന കുറച്ച് എന്നെ ഹെൽപ്പ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റിലോട്ട് വരാം. ഓക്കെ, 2021 മാർച്ച് വരെ ഉണ്ടായിരുന്ന ഞാൻ എന്ന് പറയുന്നത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് സ്കിൻ കെയർ റുട്ടീൻ അങ്ങനെയായിട്ടൊന്നും പറയാൻ ഇല്ലായിരുന്നുവെങ്കിലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നാച്ചുറൽ റെമഡീസ് ട്രൈ ചെയ്യുന്ന ഒരാളായിരുന്നു. എനിക്ക് എന്താ പറയുക, പുറത്ത് ക്രീംസ്, കെമിക്കലായിട്ടുള്ള ക്രീംസിനോടൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്ക് നാച്ചുറലായിട്ടുള്ള റെമഡീസ് ട്രൈ ചെയ്യാനായിരുന്നു കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ എനിക്ക് ടൈം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഈ നാച്ചുറൽ റെമഡീസ് ട്രൈ ചെയ്യാറുണ്ട്. എനിക്ക് അതിൽ നിന്നും ഒത്തിരി റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കാര്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ 2021 മാർച്ചിന് മുന്നേ, അതായത് 2021 തുടക്കം തന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് യൂസേജ് നിർത്തി കേട്ടോ. സോപ്പ് യൂസേജ് ഞാൻ നിർത്തിയിട്ട് ഞാനൊരു ബാത്തിങ് പൗഡർ ഞാൻ തന്നെ ഉണ്ടാക്കി അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതായത് ഒരു ബാത്തിങ് പൗഡർ ഞാനൊരു മന്ത് അത്രയും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത്രയും നാളത്തേക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് അത് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ ഒരു ബാത്തിങ് പൗഡർ എന്ന് പറയുന്നത് അതെനിക്ക് കുറച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടാൻ തുടങ്ങി കേട്ടോ. ഭയങ്കരമായിട്ട് ഫെയർ ചെയ്തു എന്നല്ല ഞാൻ ഫെയർ ആയി എന്നല്ല ഞാൻ പറയണേ. പക്ഷേ എനിക്ക് നല്ല കാര്യമായിട്ടുള്ള ചേഞ്ചസ് എൻ്റെ സ്കിന്നിൽ വന്നത് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റി. ഈ ബാത്തിങ് പൗഡർ എന്ന് പറയുന്നത്, ഈ ബാത്തിങ് പൗഡർ കൊണ്ടാണ് ഞാൻ സോപ്പ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. സോപ്പ്, ഫേസ് വാഷ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിർത്തിയിട്ട് ഈ ബാത്തിങ് പൗഡറാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നാലും ആഴ്ചയിൽ 2 തവണയൊക്കെ ഞാൻ ഇതാണ് സ്ക്രബായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫേസ് പാക്കായിട്ട് ഇത് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇത് ഞാൻ ഇടുമായിരുന്നു. അപ്പോൾ ഇതെനിക്കൊരു ബാത്തിങ് പൗഡർ മാത്രം എന്ന് പറഞ്ഞ് അങ്ങ് നീക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇതെനിക്ക് അത്രയ്ക്കും വേണ്ടിയിട്ടൊരു ചേഞ്ച് തന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഞാൻ ഈ ഒരു സോപ്പ് യൂസേജ് നിർത്തിയിട്ട് ഈ ഒരു ബാത്തിങ് പൗഡർ യൂസേജ് കൊണ്ടുവന്നു. അല്ലെങ്കിൽ അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ഇതിൽ നിന്നും എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവിടെ നിന്നാണ് ഞാൻ പിന്നെ പതിയെ ഓരോ സ്റ്റെപ്പായിട്ട് വരാൻ തുടങ്ങിയത് കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് കുറേ അധികം ഞാൻ ഒത്തിരി എന്താ പറയുക, എനിക്ക് ഒത്തിരി റിസൾട്ട് കിട്ടിയ, അല്ലെങ്കിൽ ഇതൊന്നും കാര്യമില്ല എന്നാക്കി ഞാൻ മാറ്റി വെച്ചിരുന്ന ഒരു കാര്യം പെട്ടെന്ന് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വണ്ടറിങ് ആണ് കേട്ടോ. വേറൊന്നുമല്ല, വെള്ളം കുടിക്കുന്നത്. ഞാനൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ
ഞാൻ എപ്പോഴും ആലോചിക്കും, ഇത് വെള്ളം കുടിച്ചെന്ന് പറഞ്ഞിട്ട് എന്താവാനാണ്, നമ്മൾ വല്ല ഫ്രൂട്ട്സൊക്കെ കഴിച്ചെങ്കിൽ അങ്ങനെ വെളുക്കും അങ്ങനെയൊക്കെ പറയുമായിരുന്നു. ബട്ട് ഈ വെള്ളം കുടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചേഞ്ച് ഉണ്ടാവാനാണ് എന്നോ ഒരു കൺസെപ്റ്റിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. പക്ഷേ പെട്ടെന്ന് എനിക്കെന്തോ ഓക്കെ, ഇനി വെള്ളം കുടിച്ച് നോക്കാം, വെള്ളം ഇനി കുടിക്കുമ്പോൾ എന്താണ് ചേഞ്ച് എന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചു. സീരിയസ് ആയിട്ട് പറയാലോ, എനിക്ക് വെള്ളം ഒട്ടും പറ്റാത്ത ഒരാളാണ്. എനിക്ക് വേറെ എന്തെങ്കിലും ജ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, അതായത് വീട്ടിലുണ്ടാക്കുന്ന ജ്യൂസൊക്കെ കേട്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്കിഷ്ടമാണ്. നാരങ്ങ വെള്ളം അങ്ങനെയൊക്കെയാണെങ്കിൽ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പച്ചവെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം, പ്ലെയിൻ വാട്ടർ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കെന്തോ മരുന്ന് കുടിക്കുന്ന പോലെയാണ് ഞാൻ കുടിക്കുന്നത്. ഫുഡ് കഴിക്കുന്നതിന് ശേഷം എനിക്ക് ഒരു ഗ്ലാസ് ഞാൻ കുടിക്കും. അല്ലാണ്ട് സ്കൂളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ബോട്ടിലാക്കി കൊണ്ടുപോകത്തില്ലേ, അതാണെങ്കിൽ പിന്നെയും അങ്ങനെയൊക്കെ ആണെങ്കിൽ കുടിക്കും കേട്ടോ. അല്ലാണ്ട് ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ വെള്ളം കുടിക്കത്തേ ഇല്ല. എരിവുള്ള ഫുഡൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ചൊന്ന് വെള്ളം കുടിക്കുന്നതാണ്. അല്ലാണ്ട് ഞാൻ അങ്ങനെ വെള്ളം കുടിക്കുന്ന ഒരാളല്ല. എനിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് മടിയാണ്. പ്രത്യേകിച്ചും എനിക്ക് രാവിലെ എണീറ്റിട്ട് എനിക്ക് രാവിലെ എണീറ്റ ഉടനെ ചായ കുടിക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് പറ്റത്തില്ല. എനിക്ക് രാവിലെ എണീറ്റിട്ട് കാപ്പി തന്നെ വേണം, കാപ്പിയുടെ കൂടെ ചായ കുടിക്കണം, അങ്ങനത്തെ ഇതൊക്കെയാണ്. അപ്പോൾ എനിക്ക് വെള്ളം ഭയങ്കര പറ്റാണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിലാണ് ഞാൻ കൊണ്ടുവന്നത് എനിക്ക് എങ്ങനെയെങ്കിലും രാവിലെ വെള്ളം കുടിക്കണം എന്നൊരിത്. അപ്പോൾ ആദ്യം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, കാരണം എനിക്കിങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റാത്ത ഒരാളാണ്. അതിൻ്റെ ഇടയിൽ രാവിലെ എണീറ്റ ഉടനെ കാപ്പി പോലും കുടിക്കുന്നതിന് മുന്നേ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തീരെ അത് എനിക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എനിക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് രാത്രിയെ തന്നെ ഞാനൊരു ബോട്ടിൽ വെള്ളം എടുത്ത് എൻ്റെ ബെഡിൻ്റെ സൈഡിൽ വെക്കുമായിരുന്നു. എന്നിട്ട് രാവിലെ എണീറ്റ് കുടിക്കാനൊക്കെ ആയിരുന്നു പ്ലാൻ കേട്ടോ. പക്ഷെ രാവിലെ എണീറ്റ് കുടിക്കുമ്പോഴേക്കും എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, ഞാൻ വൊമിറ്റ് ചെയ്യും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ കുടിക്കുമ്പോഴേക്കും എനിക്ക് കുടിച്ചിറക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, ഞാൻ വൊമിറ്റ് ചെയ്യും. അങ്ങനെ ഒരു 2-3 ദിവസം അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഈ വെള്ളം ഞാൻ ഛർദ്ദിക്കും, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും ഈ വെള്ളം എൻ്റെ ബെഡിൽ വെക്കാൻ തരുന്നില്ല. എന്നും വെക്കുമായിരുന്നു, ഛർദ്ദിക്കുമായിരുന്നെങ്കിലും എന്നും ഞാൻ എടുത്ത് വെക്കുമായിരുന്നു. അങ്ങനെ കുറേ ദിവസം അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മൈൻഡ് ലെവലിനെ ഒന്ന് സെറ്റാക്കി കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, എനിക്കിത് അധികമൊന്നും കുടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുമായിരിക്കും, നിങ്ങൾക്ക് ശീലമുള്ളവർക്കാണെങ്കിൽ പറ്റുമായിരിക്കും. എൻ്റെ പേഴ്സണൽ ഇതായിട്ട് പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മൈൻഡിനെ സെറ്റ് ചെയ്തു, ഓക്കെ എന്തായാലും എനിക്ക് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഇനി ഇത് കുടിച്ചിട്ട് എന്ത് ചേഞ്ചാണെന്ന് പറഞ്ഞാൽ എനിക്കറിയണമല്ലോ. അങ്ങനെ മൈൻഡിനെ എനിക്ക് സെറ്റ് ചെയ്ത് വെള്ളം കുടിച്ചു കേട്ടോ. ഓരോ തവണ ഞാൻ അങ്ങനെ കുടിച്ചപ്പോഴേക്കും എനിക്ക് കുടിച്ചിറക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഞാൻ പതിവ് പോലെ വൊമിറ്റ് ചെയ്തില്ല. വീണ്ടും ഞാൻ കുടിച്ചു, എനിക്ക് വൊമിറ്റ് ചെയ്യേണ്ടി വന്നില്ല, കുടിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു 5-6 കവളിങ്ങനെ കുടിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ വയറ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യണ പോലെ തോന്നി. ഇനിയും ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ വൊമിറ്റ് ചെയ്യുമെന്ന് എനിക്കൊരു ടെൻഡൻസി വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്തിയത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ എനിക്കുള്ള ചേഞ്ച് എന്ന് പറയുന്നത്, എൻ്റെ സ്കിന്ന് കുറച്ചുകൂടി ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്ന് എനിക്കത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റി. കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക, ഒരു ഗ്ലോയിനെസ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഫീലൊക്കെ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നതുപോലെയാണ്. പിമ്പിൾസും കാര്യങ്ങളും, നമ്മുടെ ഫേസിലുള്ള ആക്നീസ്, എനിക്കങ്ങനെ വലുതായിട്ട് ആക്നീസ് ഇല്ല എങ്കിൽ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. കുറച്ച് ടൈനി ബംസ് അതൊക്കെ ഒന്ന് മാറി സ്കിന്നൊന്ന് ക്ലിയർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇത് കുറേ നാളായിട്ട് വെള്ളം കുടിച്ചിട്ടൊന്നും കാര്യമില്ല, അത്രയ്ക്ക് വേണ്ടിയിട്ട് ചേഞ്ച് ഒന്നും വരില്ല എന്ന് പറഞ്ഞ് മാറ്റിയ ഒരു സംഭവമാണ്. എനിക്ക് പറ്റാത്ത ഒരു സംഭവം ഞാൻ കൊണ്ടുവന്ന് അതിൽ നിന്ന് എനിക്ക് കുറച്ച് ചേഞ്ച് ഒന്ന് വന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഹാപ്പിനെസ് തന്നെയായിരുന്നു അപ്പോൾ കിട്ടിയത്. അവിടെ നിന്ന് അങ്ങനെ ഓരോ റിസൾട്ട് വരുമ്പോഴാണ് ഓക്കെ എന്നെക്കൊണ്ട് പറ്റും, ഇനി അടുത്ത ഇതിലോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോന്നായിട്ട് അവിടെ നിന്ന് ട്രൈ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രിങ്കിങ് വാട്ടർ തന്നെയാണ്. മോർണിംഗ് ആണ് കേട്ടോ. മോർണിംഗ് എണീറ്റ ഉടനെ വെള്ളം കുടിക്കുന്നതിലാണ് കാര്യം. കാരണം അപ്പോഴാണ് നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് എല്ലാം യൂറിൻ വഴി പോയി നല്ലൊരു സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പായി അതിൽ നിന്നും എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടി. സെക്കൻഡ് ഡേ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എത്രമാത്രം ക്വാണ്ടിറ്റി വെള്ളമാണോ ഞാൻ കുടിച്ചത് അതിൽ നിന്നും കുറച്ചൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കി, കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കി. അങ്ങനെ ഞാനത് പതിയെ ഇൻക്രീസ് ചെയ്ത് ഒരു ബോട്ടിൽ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. മോർണിംഗ് കാര്യമാണ് കേട്ടോ പറയുന്നത്. ഞാൻ മോർണിംഗ് എണീറ്റ ഉടനെ കുടിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഒരു ബോട്ടിൽ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ ഒരു ബോട്ടിൽ ഞാൻ കുടിച്ചിരിക്കുമ്പോൾ എനിക്കൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് അത്രയ്ക്കും വേണ്ടിയിട്ട് വെള്ളം പകൽ നമ്മൾ ഫുഡിൻ്റെയൊക്കെ ഇടയിലാണെങ്കിൽ എനിക്ക് പിന്നെ കുഴപ്പമില്ല, എനിക്ക് രാവിലെ ഒട്ടും പറ്റാത്ത കാര്യമാണ്. ബട്ട് ആ ഒരു വെള്ളം കുടിക്കുമ്പോൾ എനിക്ക്
വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ. പറ്റാത്ത സാധനം സാധിച്ചെടുത്തു, അങ്ങനത്തെ ഒരു ലെവലാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ഈ ഒരു വെള്ളം കുടിക്കുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ്, ഇന്ന് ഇത്രയും വെള്ളം കുടിച്ചല്ലോ, അപ്പോൾ ഇനി വേണ്ട എന്നൊരു ലെവലിലോട്ട് പോകും. പിന്നെ ഞാൻ അന്നത്തെ ദിവസം ചിലപ്പോൾ വെള്ളം കുടിക്കുന്നത് തന്നെ വല്ല കുറവാണ്, ഫുഡിൻ്റെ കൂടെ കുടിച്ചാലേ, അല്ലാണ്ട് ഇന്ന് ഇത്രയും വെള്ളം കുടിക്കണം അങ്ങനത്തെ സംഭവം ഇല്ല കേട്ടോ. രാവിലെ ഞാൻ ഇത്രയും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അത് തന്നെ എനിക്ക് ധാരാളം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി മൂന്നാമത്തെ കാര്യം വെച്ചിട്ട് പറയുകയാണെങ്കിൽ, ഈ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ചേഞ്ചസ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സിവിയർ ഡാൻഡ്രഫ് അല്ല എങ്കിലും അത്യാവശ്യം ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. ആ ഡാൻഡ്രഫ് കാരണം ആയിരിക്കണം എനിക്ക് ടൈനി ബംസ് ഇങ്ങനെ നെറ്റിയിൽ വരുമായിരുന്നു. ഒരു ഡാൻഡ്രഫ് കാരണം തന്നെ ആയിരിക്കണം. അപ്പോൾ ആ ഡാൻഡ്രഫിനെ ഞാൻ മാറ്റിയപ്പോഴേക്കും എനിക്ക് ഈ ടൈനി ബംസിനെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഡാൻഡ്രഫ് മാറ്റി ഞാൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും ഹോം റെമഡീസ് തന്നെയാണ്, ഒരു കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു കേട്ടോ, ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി കൺസൾട്ട് ചെയ്തു. അതൊന്നും യൂസ് ചെയ്തിട്ട് എനിക്ക് അത്രയ്ക്ക് ഭയങ്കര ചേഞ്ചസ് ഉണ്ടായില്ല. യൂസ് ചെയ്തു അപ്പോൾ ആ ഒരു ദിവസം ഒന്ന് കുറയുമെങ്കിലും പിന്നീടും എനിക്ക് എൻ്റെ പഴയ കണ്ടീഷൻ തന്നെയായിരുന്നു. പിന്നെ ഞാൻ കുറേ ഹോം റെമഡീസ് യൂസ് ചെയ്തു. ഫസ്റ്റ് എടുത്ത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ഈ വെളിച്ചെണ്ണയിൽ ഉലുവ പൊടിച്ചത് ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് മസാജ് ചെയ്തുമായിരുന്നു. അതൊന്ന് മസാജ് ചെയ്ത് ഞാൻ ഒരു ദിവസം ഇടവിട്ട് അങ്ങനെ ചെയ്യുന്നപ്പോഴേക്കും നല്ല റിസൾട്ട് എനിക്കുണ്ടായി. ഡാൻഡ്രഫ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടി. ഓക്കെ, അപ്പോൾ ആ ഡാൻഡ്രഫിനെ ഞാൻ ഇങ്ങനെ ഹോം റെമഡീസ് വഴി റിമൂവ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ നെറ്റിയിലുള്ള ടൈനി ബംസിന് എനിക്ക് നല്ലൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. ഫുൾ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് തുടങ്ങി. എനിക്ക് പിമ്പിൾസ് ഇവിടെയൊക്കെ വരുന്നത് എനിക്ക് കുറവാണ്. മന്ത്ലിയിൽ വരുന്ന ആ ഒരു സംഭവം മാത്രമാണ്, അല്ലാണ്ട് എനിക്ക് പിമ്പിൾസ് വരുന്നത് ഇല്ല. എനിക്ക് അങ്ങനെ പിമ്പിൾസ് വരത്തില്ല, എനിക്ക് ഇവിടെയാണ് ടൈനി ബംസ് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്ന എൻ്റെ ടൈനി ബംസ് ഞാൻ മാറ്റി. പിന്നെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ഏറ്റവും ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെർമാക്കോ 10% നിയാസിനമൈഡ് സെറം തന്നെയാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത്, ഈ ഒരു സെറം ഞാൻ യൂസ് ചെയ്യുന്ന, ഞാൻ മുന്നേ സ്മിറ്റൻ ഹോൾ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു പ്രോഡക്റ്റ് മേടിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ സ്മിറ്റൻ വഴി മേടിച്ചതാണ്. അതെനിക്ക് തന്ന റിസൾട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഞാൻ അപ്പോഴും ഈ ഒരു ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പീരീഡാണ് കേട്ടോ സ്മിറ്റൻ മേടിച്ചത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ സെറം അപ്ലൈ ചെയ്തിട്ട് രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാം കൂടെ ആയിട്ടായിരിക്കണം എനിക്ക് ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ ഒരു പ്രോഡക്റ്റ് എന്നെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുന്നത്. ഞാനെന്ന് പറയുന്നത്, എനിക്ക് വിശക്കുമ്പോൾ ഫുഡ് കഴിക്കാം. കോളേജൊക്കെ ഉണ്ട സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ആ ടൈമിൽ നമുക്ക് കഴിച്ചില്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. ബട്ട് വീട്ടിലാണെങ്കിൽ എനിക്ക് എപ്പോൾ വിശക്കുമോ അപ്പോഴേ ഞാൻ കഴിക്കത്തുണ്ടായിരുന്നുള്ളൂ അതുവരെ. അതിനുശേഷം ഞാൻ ഒരു ടൈമിംഗ് വെച്ച്, ഇപ്പോൾ 1 മണിയാണെങ്കിൽ കറക്റ്റ് 1 മണിക്ക് എനിക്ക് ഫുഡ് കഴിക്കണം. വിശന്നില്ലെങ്കിലും ഞാൻ ഫുഡ് കഴിച്ചിരിക്കും. പിന്നെ വൈകിട്ട് നമ്മുടെ ചായയുടെ ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് ഒന്നുകിൽ ഞാൻ പാല്, അല്ലാന്നുണ്ടെങ്കിൽ ചായ. എനിക്ക് ചായ ആദ്യമൊക്കെ ആണെങ്കിൽ എനിക്ക് ചായ ഇല്ലാണ്ട് പറ്റില്ല. ചായ ഇല്ല എങ്കിൽ എനിക്ക് തലവേദന കൊടുക്കുക, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഞാൻ മാറ്റി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുമ്പോൾ പാല്, കണ്ടിന്യൂസ് പാല് കുടിച്ചെന്നല്ല കേട്ടോ ഞാൻ പറയണേ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുമ്പോൾ പാല്, അല്ലാന്നുണ്ടെങ്കിൽ ചായ. അതിൻ്റെ കൂടെ ഞാൻ കഴിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലാണ് ഞാൻ കുടിക്കുന്നതെങ്കിൽ പാലിൽ നമ്മുടെ ഏത്തപ്പഴം ഉണ്ടല്ലോ, മറ്റു പഴങ്ങളല്ല, ഏത്തപ്പഴം അരിഞ്ഞിട്ടിട്ട് അത് വേവിച്ച്, അതായത് പാലിൻ്റെ കൂടെ ഏത്തപ്പഴം അരിഞ്ഞിട്ട് അത് ഒരുമിച്ച് വേവിച്ച് അങ്ങനെ കഴിക്കുമായിരുന്നു. പിന്നെ വന്നിട്ടെന്ന് പറയുന്നത് മുട്ട, പാലിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് കുടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ വീട്ടിലൊക്കെ കളിയാക്കുമായിരുന്നു ഇവർ, എന്താണ് പട്ടി നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുടിക്കുന്നതെന്ന്. പക്ഷെ അത് നല്ലതാട്ടോ, നല്ല പാലും മുട്ടയും കൂടെ നമ്മൾ ഒരുമിച്ച് അങ്ങനെ കുടിക്കുന്നത് നല്ലതാണ്. അതായത് പാല് നമ്മൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും മുട്ട പൊട്ടിച്ച് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്ത് കഴിക്കാം, നല്ലതാണത്. അതിനുശേഷം പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചായ ആണെങ്കിൽ ഏത്തപ്പഴവും നെയ്യും കൂടെ വഴറ്റി കഴിക്കും. നന്നായിട്ട് വേവിച്ച് നെയ്യിലിട്ട് ഏത്തപ്പഴത്തിന് വഴറ്റി കഴിക്കുമായിരുന്നു. പിന്നെ ഏത്തപ്പഴം ജ്യൂസ് അടിച്ച് കുടിക്കുമായിരുന്നു. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വരുമായിരിക്കും. കാരണം എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ്. അവർക്കൊന്നും ഏത്തപ്പഴ ജ്യൂസിനോട് അത്ര ഒരു ഇതില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ പോലും അവർക്കൊന്നും, ഇപ്പോൾ ചിലവർക്ക് ഏത്തപ്പഴത്തിനോട് ഭയങ്കര ഇത് കാണത്തില്ല. എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഒരു തന്നെ ട്രൈ ചെയ്യാണ്ട് മാറി ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത്തപ്പഴം വഴറ്റി കഴിക്കുക, അല്ലെങ്കിൽ ഏത്തപ്പഴം ജ്യൂസ് അടിച്ച് കുടിക്കും. ഏത്തപ്പഴം ചിലപ്പോൾ നട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്
അതുകൂടി ആഡ് ചെയ്യും. പാലുണ്ടെങ്കിൽ പാൽ ആഡ് ചെയ്യും. അങ്ങനെ ഏത്തപ്പഴത്തിന് ജ്യൂസ് അടിച്ച് കുടിക്കായിരുന്നു. ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ബൂസ്റ്റോ ഹോർലിക്സോ എന്ത് വേണമെങ്കിലും ഇട്ട് അങ്ങനെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കുടിക്കാം. അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണെങ്കിൽ വെയ്റ്റ് ഗെയിൻ. അതായത് ഇപ്പം എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊന്ന് കുറച്ചൊന്ന് വണ്ണം വെക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അതിൻ്റേതായിട്ടുള്ള ചേഞ്ച് വരുമെന്ന്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നന്നായിട്ട് പോളിങ്ങും ചെയ്യുമായിരുന്നു കേട്ടോ. ഞാൻ കഴിക്കില്ല അങ്ങനെയല്ല, എനിക്കിഷ്ടമുള്ള ചിക്കൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കും. ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്കിഷ്ടമില്ലാത്ത ഐറ്റംസൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ വലുതായിട്ട് പോളിങ് ചെയ്യത്തില്ല. അതിൻ്റെ കൂടെ ഞാൻ ഈ വെയിറ്റ് ഗെയിൻ്റെ കാര്യങ്ങളും എങ്കിലും എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചത് ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുമായിരുന്നു കേട്ടോ. അതായത് വൈകിട്ട് ഞാൻ പാലോ ഏത്തപ്പഴ ജ്യൂസോ ഏത്തപ്പഴം വൈറ്റിലോ അങ്ങനെയൊക്കെ കഴിക്കുമായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ കൂരവും കൂടെ കഴിക്കുമായിരുന്നു. കൂരവ് നിങ്ങൾക്കൊക്കെ അറിയാം, നമുക്ക് മേടിക്കാൻ വേണ്ടി കിട്ടും. ഒരുമാതിരി നമ്മുടെ ഫേസിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്, സ്കിന്നിലൊക്കെ എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കൂരവ് എന്ന് പറയും. അതിനെ ഞാൻ പൊടിച്ച് അരിച്ച് അത് കുറുക്കി കുടിക്കും. നമ്മൾ കുഞ്ഞു വാവകൾക്കൊക്കെ കൊടുക്കുന്ന സംഭവമാണ്. അത് കുടിക്കുമായിരുന്നു. പിന്നെ വന്നിട്ട് നമ്മുടെ നഴ്സറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടി എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നഴ്സറി വഴി അമൃതം പൊടി കിട്ടും. അതും നല്ലതാണ് കേട്ടോ വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ട്. അതും കൂരവ് പൊടിയും ബെസ്റ്റാണ്. ഞാൻ അത് യൂസ് ചെയ്യുമായിരുന്നു. നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു. എന്ന് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡെയിലി ചിക്കനൊക്കെ തിന്ന് അങ്ങനെയല്ലായിരുന്നു. പക്ഷേ ചിക്കൻ ഉള്ള സമയത്ത് ഹെൽത്തി ഡയറ്റിന് വേണ്ടിയിട്ട് ഞാൻ അതൊന്നും മാറ്റി വെച്ചിട്ടുമില്ല. എന്താണോ ഉള്ളത് അത് ഞാൻ നന്നായിട്ട് കഴിക്കുമായിരുന്നു. എടുത്തു പറയുകയാണെങ്കിൽ ഈ കൂരവ് ഐറ്റംസൊക്കെ ഞാൻ കൂരവ്, പാല്, ഏത്തപ്പഴ ജ്യൂസ്, ഏത്തപ്പഴം വൈറ്റിയത് നല്ലതാണ് കേട്ടോ, ബെസ്റ്റാണ്. അതൊക്കെ കഴിക്കുമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഇത് ഇത്രയും ഞാൻ ഫോളോ ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ചേഞ്ച് വന്നിട്ടോ. പിന്നെ ഞാൻ എൻ്റെ സ്കിന്നിനെ കുറച്ചുകൂടി ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അന്നേരം ആ ഒരു ടൈമെന്ന് പറയുന്നത് എനിക്ക് അത്യാവശ്യം പോക്കറ്റ് മണി കിട്ടുമായിരുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്യൂഷൻ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് അത്യാവശ്യം പോക്കറ്റ് മണി കിട്ടുമായിരുന്നു. ആ ഒരു പോക്കറ്റ് മണി കൊണ്ട് സാധാരണ ഞാൻ നമ്മുടെ മീഷോയിൽ നിന്നും കാര്യങ്ങളിലെ ഫ്ലിപ്പിൽ നിന്നൊക്കെ ഡ്രസ്സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എടുക്കുന്നത്. ആ ഒരു ടൈമിൽ എനിക്ക് ഇങ്ങനെ ചേഞ്ച് വന്നു. എനിക്ക് കുറച്ചുകൂടി ഒന്ന് കെയർ ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൈക്കയിൽ നിന്നാണ് കേട്ടോ കൂടുതലും പർച്ചേസ് ചെയ്തത്. നൈക്കയിൽ നിന്നൊക്കെ നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഫേസ് വാഷ് ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. കാരണം ഫേസ് വാഷ് എനിക്ക് ഈ ബാത്തിങ് പൗഡർ തന്നെയാണ് എനിക്ക് കൂടുതൽ റിസൾട്ട് തന്നത്. അതുകൊണ്ട് ഇനി എനിക്ക് ഫുള്ളും എനിക്ക് ഈ ഒരു പൗഡർ കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് എൻ്റെ സ്കിൻ കെയർ റുട്ടീനിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചത് ഒരു ടോണർ മേടിച്ചിട്ടുണ്ടായിരുന്നു, സൺസ്ക്രീന്, മോയ്സ്ചറൈസർ, സെറം. ഓക്കെ, ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, ഒരു സെറം, ഇത്രയും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മസ്കാര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ ഞാൻ അല്ലാണ്ട് മേടിച്ചാണ് കേട്ടോ. ബട്ട് ഒരു സ്കിൻ കെയർ പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. ഇത്രയും ഞാൻ മേടിച്ചു. ഓക്കെ, സീരിയസ് ആയിട്ട് പറയാമല്ലോ, നിങ്ങൾ എന്നെ പോലെ തന്നെയായിരിക്കും. ഈ ഒരു ഇത്രയും നമ്മൾ വില കൊടുത്ത് മേടിച്ചില്ല എന്ന് വെച്ചിട്ട് ആദ്യമൊക്കെ ഞാൻ ഭയങ്കര വിശിക്കുമായിരുന്നു. പെട്ടെന്ന് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു പോകത്തില്ലേ, അപ്പോൾ അടുത്ത് നമ്മൾ വീണ്ടും മേടിക്കണ്ടേ. ആ ഒരു ഇതിൽ വന്നിട്ട് ഞാൻ ഭയങ്കര പിശുക്കി എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം, കോളേജിൽ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ വന്നിട്ട് സംഭവം എനിക്ക് മനസ്സിലായി, ഇങ്ങനെ യൂസ് ചെയ്തിട്ട് കാര്യമില്ല, തീരുന്നെങ്കിൽ തീരട്ടെ, എന്തായാലും പോക്കറ്റ് മണി കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് മേടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കറക്റ്റായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. അതായത് രാവിലെ എണീറ്റ് ഫ്രഷ് ആയതിനു ശേഷം ടോണർ അപ്ലൈ ചെയ്യുമായിരുന്നു. സെറം ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ലായിരുന്നു കേട്ടോ. സെറം യൂസ് ചെയ്യുകയാണെങ്കിൽ സെറം, ടോണർ, അത് കഴിഞ്ഞ മോയ്സ്ചറൈസർ, അത് കഴിഞ്ഞ സൺസ്ക്രീൻ. വീട്ടിൽ നിൽക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ഞാൻ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ രാത്രിയും എന്താ പറയുക, ഫേസ് വാഷിന് എന്തെങ്കിലും പാക്സ്, ഹോം റെമഡീസ് തന്നെ ആയിരിക്കും. അതിട്ടതിന് ശേഷം ടോണിങ്, മോയ്സ്ചറൈസിങ്, സൺസ്ക്രീൻ നിർബന്ധമായിട്ട് ഞാൻ രാത്രിയും ഇടുമായിരുന്നു. അതൊരു കുറച്ച് ദിവസം ഒന്ന് ഫോളോ ചെയ്തപ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടി ഒരു സ്കിൻ എന്താ പറയുക, നല്ലൊരു ഗ്ലോയിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങി. നല്ല ഹെൽത്തി സപ്പിളായിട്ടൊക്കെ നിൽക്കുന്നത് എനിക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ അതങ്ങനെ വിട്ടില്ല, ഞാൻ അത് ഡ്രോപ്പ് ചെയ്തില്ല, കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ അതും എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെയൊക്കെ ഗുഡ്നെസ് മനസ്സിലാവുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ എന്തൊക്കെ നാച്ചുറൽ റെമഡി ചെയ്താലും സൺസ്ക്രീനിൻ്റെ ഒരു ഇതൊക്കെ എനിക്ക് അപ്പോഴാണ് മനസ്സിലായി. കാരണം ഞാൻ എപ്പോഴും നാച്ചുറൽ റെമഡി യൂസ് ചെയ്യുന്ന ഒരാളാണ്, അതിൽ നിന്നും എനിക്ക് റിസൾട്ട് കിട്ടുന്ന ഒരാളാണ്. പക്ഷേ
നമ്മുടെ ഈ സൺസ്ക്രീൻ ഇല്ലാണ്ട് ഇതൊന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ പാക്കെല്ലാം ഇട്ടിട്ട് നമ്മൾ കുറച്ചൊന്ന് ബ്രൈറ്റായിട്ട് നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ പുറത്ത് ഇറങ്ങി വെയിലൊക്കെ കൊള്ളുന്നതല്ലേ. അപ്പോൾ ഇത് ഫുള്ളും പോവുകയാണ്. അപ്പോൾ നമ്മുടെ സൺസ്ക്രീൻ ഉണ്ടെങ്കിലാണ് ഇത് ഫുള്ളും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് നല്ലൊരു ഗ്ലോയിങ് സ്കിന്നായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ അതവിടെ ഡ്രോപ്പ് ചെയ്തില്ല. ആ ഒരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ അങ്ങ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതെനിക്ക് വണ്ടർഫുൾ റിസൾട്ട് തന്നെയാണ് തന്നത്. ഓക്കെ, ഇനി നാച്ചുറൽ റെമഡീസ് എന്താണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തത്, അതെന്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തന്നതെന്ന് ചോദിക്കുന്നത് എനിക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ. കാരണം ഞാൻ കൂടുതൽ എൻ്റെ സ്കിന്നിൽ ഒരു കെമിക്കൽസ് ഞാൻ അങ്ങനെ ആഡ് ചെയ്തിട്ടില്ല. എനിക്കത് കോൺഫിഡൻസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. എൻ്റെ സ്കിൻ ഇത്രയും ഞാൻ മാറ്റിയത് എൻ്റെ പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ റുട്ടീനും നാച്ചുറൽ റെമഡിയും കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിൽ നാച്ചുറൽ റെമഡിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തെന്ന് എന്താണെന്ന് ചോദിച്ചിരുന്നില്ല, ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു സ്പെഷ്യൽ വീഡിയോ ആക്കും. എന്നാലും മെയിനായിട്ട് പറയുന്നത് വെച്ചിരുന്നില്ല, മഞ്ഞൾ എന്നെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മഞ്ഞളും തൈരും കൂടെ ആയിട്ട് ഞാൻ ഇടുമായിരുന്നു. മഞ്ഞളും തൈരും, അതുപോലെ തന്നെ ഓറഞ്ച് പൊടി, വീട്ടിലെപ്പോഴൊക്കെ ഓറഞ്ച് മേടിക്കും അപ്പോഴെല്ലാം ഞാൻ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് അതും തൈരും കൂടെ മിക്സ് ചെയ്ത് ഇടുമായിരുന്നു. ഓക്കെ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്കിൻ ബ്രൈറ്റനിങ്ങിനെ ഹെൽപ്പ് ചെയ്ത 2 എണ്ണം എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു പഴയ ഒരു ഇതിൽ നിന്നും ഇപ്പോഴത്തെ ഒരു ഇതിലോട്ട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ട്രൈ ചെയ്തിട്ട്. ഇതെല്ലാം തന്നെ ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്ത് എനിക്ക് 100% റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ തന്നെയല്ലേ. എൻ്റെ പഴയ ഒരു അതിൽ നിന്നും ഇപ്പോഴത്തെ ഒരു ഇതിലോട്ട് എൻ്റെ പേഴ്സണലി എനിക്ക് ഭയങ്കര ചേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഞാനെന്ന് പറയുമ്പോൾ ഞാൻ പൊതുവേ ഞാൻ ഉണങ്ങിയിട്ടുള്ള ഒരാളായിരുന്നു, സ്ലിമ്മായിട്ടുള്ള ഒരാളായിരുന്നു. അതിൽ കുറച്ച് വണ്ണം വെച്ചതെന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് മെൻസ്ട്രൽ ടൈമിലാണ്. അന്നേരം നമ്മൾ വീട്ടിലിരിക്കില്ല, നമ്മൾ ഹിന്ദുസ് ആകുമ്പോൾ ഞങ്ങൾ ഹിന്ദുവാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 10-12 ദിവസമൊക്കെ വീട്ടിലിരുന്ന് ഫുൾ പോളിംഗ് ആണ്. ആ ഒരു ടൈമിൽ ഞാൻ നന്നായിട്ട് വണ്ണം വെച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ വീണ്ടും ഉണങ്ങുകയാണ് ചെയ്തത്. അതിനുശേഷം ഇപ്പോഴാണ് ഈ ഒരു സ്റ്റേജിലോട്ട് എത്തുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കുറേ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളിതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അമേസിങ് റിസൾട്ട് തന്നെ കിട്ടും. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടൊരു ചേഞ്ച് വരിക, ഒരു ലുക്കിന് ചേഞ്ച് വരാൻ എന്താ ചെയ്തേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വണ്ണം വെച്ചപ്പോൾ തന്നെ എൻ്റെ സ്കിന്ന് കുറച്ചുകൂടി ഒന്ന് ഇതാകാൻ വേണ്ടി തുടങ്ങി. പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചുകൂടി മാറ്റം വരാൻ വേണ്ടി തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ മുടി വെട്ടി കേട്ടോ. മുടി വെട്ടിയപ്പോൾ എനിക്ക് കംപ്ലീറ്റ്, അതായത് ഞാൻ ഇത്രയും ചേഞ്ച് ആയതിനു ശേഷമാണ് ഞാൻ വണ്ണം വെച്ച് കുറച്ചൊന്ന് സ്കിൻ ബ്രൈറ്റനാകാൻ തുടങ്ങി. അതിന് ശേഷമാണ് ഞാൻ ഇപ്പം നമ്മുടെ സ്കിന്ന് കറുപ്പായിക്കോട്ടെ വെളുപ്പായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അത് നമ്മൾ കുറച്ചൊന്ന് കെയർ ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന മാറ്റം ഉണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കെയർ ചെയ്ത് കുറച്ചൊന്ന് ചേഞ്ച് കൊണ്ടുവരണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് നിങ്ങൾ വണ്ണമുള്ള ആയിക്കോട്ടെ മെലിഞ്ഞിട്ടായിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, നിങ്ങൾക്കൊരു വില്ലിങ് ഉണ്ടല്ലോ, ഇപ്പോൾ എനിക്ക് ഇത്രയും വേണം, ആ ഒരു ചേഞ്ചിലോട്ട് നിങ്ങളോട്ട് മാറുകയാണെങ്കിൽ അത് നിങ്ങൾ തന്നെ വിചാരിക്കണം. അല്ലാണ്ട് മറ്റുള്ള ഒരാൾ നിങ്ങളോട് പറയുകയാണ് ഇത് മതി എന്ന് പറഞ്ഞിട്ട് അതിലോട്ട് നിങ്ങൾ അഡ്ജസ്റ്റഡ് ആവാൻ പോകരുത്. നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക. മറ്റുള്ളവരെ നമ്മൾ നോക്കി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാരണം നമുക്കിപ്പോൾ ഹെയർ ഷോർട്ട് അടിക്കാനാണ് ആഗ്രഹമെങ്കിൽ അവർ പറയും ലോങ് എന്തിനാ മുടി വെട്ടണേ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ നമ്മുടെ ഇഷ്ടം ഷോർട്ട് ഹെയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യുക. ബാക്കിയുള്ളവരുടെ കാര്യം നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് ഹാപ്പിനെസ് ആകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നമുക്ക് ഒരേ ഒരു ലൈഫേ ഉള്ളൂ, അത് നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കരുത്. അപ്പോൾ എന്താ പറയുക, എന്തെങ്കിലും ഒരു ചേഞ്ച് വരാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വന്നാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ജീവിക്കുക. നിങ്ങളുടെ മറ്റുള്ളവരുടെ ഇതൊന്നും നോക്കാണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ജീവിക്കുക. അപ്പോൾ ചാനൽ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. എന്തെങ്കിലും യൂസ്ഫുൾ ആയോ, എനിക്ക് ഇഷ്ടമായാലും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇത് കമൻറ്റിൽ പറയുക കേട്ടെങ്കിൽ എനിക്കറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെന്താണ്, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ.